ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ റോർ ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്യൂസും അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക ഇവരുടെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് റോർ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ഉപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരാറായിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഒന്നര മാസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതിന്. അപ്പോൾ ഇതിന് കുറച്ച് പ്രോബ്ലംസുകളുണ്ട് കേട്ടോ. ശരിക്കും റോർ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളുടെ നിങ്ങളിപ്പോൾ ഇവർ ആക്ച്വലി മാർക്കറ്റ് ചെയ്യുന്നത് തന്നെ ഫുൾ ഉടായ്പാണ്. 20% പോയിട്ട് 5% പോലും കിട്ടുന്നില്ല കേട്ടോ. അതും ഇവരെ സെലക്ട് ഞാൻ അത് ആപ്പിൽ തന്നെ കാണിച്ചു തരാം. എൻ്റെ കാർഡ് നിൽക്കാനില്ല, പക്ഷേ ഞാൻ അതിൻ്റെ ആപ്പിൽ അവരുടെ എന്താ പറയുക ശരിക്കും നമുക്കൊരു സെപ്പറേറ്റ് ക്യാഷ് ബാക്ക് സെക്ഷൻ ഉണ്ട്, അതിനെ വിളിച്ചുതരാം. അത് മാത്രമല്ല നമുക്കൊരു റീഫണ്ട് ഇഷ്യൂ വന്നപ്പോൾ ഇതുവരെയായിട്ട് സാധനം ക്രെഡിറ്റ് ആയിട്ടില്ല. അതുപോലെ തന്നെ അവരെ കസ്റ്റമർ കെയറെ വിളിക്കുമ്പോഴും ഭയങ്കര എന്താ പറയുക ഒരു പിടിയില്ലാത്ത കസ്റ്റമർ കെയറിന് അതിൻ്റെ ഒരു ഭയങ്കര ഇഷ്യൂസാണ് കസ്റ്റമർ കെയർ സപ്പോർട്ടൊക്കെ. അതുപോലെ തന്നെ റീഫണ്ട് വരുന്നില്ല നമുക്ക്. അപ്പോൾ അങ്ങനത്തെ അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങാണ്ട് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസാണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കാണാത്തവർ പോയി കണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോർവേഡ് ചെയ്യാൻ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. ഞാനിപ്പോൾ ആക്ച്വലി വീട്ടിൽ നിന്ന് എന്താ പറയുക വീട്ടിൽ നിന്നല്ല സോറി നമ്മളെന്താ പറയുക ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ എന്താ പറയുക ഒരു നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ കാണുന്നുണ്ട്. ഞാൻ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ DJയുടെ ആക്ഷൻ 4 എന്ന് പറഞ്ഞ ആക്ഷൻ ക്യാമറയിലാണ്. നിങ്ങൾക്ക് ഈ സാധനം കൊണ്ട് ഇതുപോലെ ഇൻഡോർ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം ശരി നമ്മുടെ ഇരുന്നുള്ള ഷോട്ടുകളൊക്കെ എടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഗോപ്രോ വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഗോപ്രോ ഒക്കെ ഞാൻ ഗോപ്രോ ആണ് ആദ്യം 2 ഉപയോഗിച്ചു, 9ഉം 10ഉം. അതിന് ശേഷം ഞാൻ ഗോപ്രോ പിന്നെ ഈ ഏരിയയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ അതിൻ്റെ ഞാൻ റീസൺ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ട്രാഫിക് പോലീസ് ഉണ്ടല്ലോ, അല്ല ഹൈവേ പോലീസ് ഉണ്ടല്ലോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിൻ്റെ ഇതിൽ കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ എന്താ പറയുക ഇത് തൽക്കാലം എൻ്റെ സ്റ്റീറിംഗ് ഒന്നും ഞാൻ വെക്കാൻ പറ്റും നോക്കട്ടെ. എന്താ വെച്ചാൽ ഇതിൻ്റെ ആപ്പും ചില സമയത്ത് ഇഷ്യൂസുകളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്ഡേറ്റ്സുകളും ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആപ്പ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇവരുടെ കുഴപ്പം എന്താ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം തന്നെ റീഫണ്ട് ഇഷ്യൂ പറയാം. എനിക്ക് ആക്ച്വലി ഞാനൊരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ട് പിന്നെ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് റീഫണ്ട് വരാണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ നിന്ന് റീഫണ്ടും കാര്യങ്ങളൊക്കെ ഇനിഷ്യേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ റെഫറൻസ് നമ്പറൊക്കെ ചെന്നു. പക്ഷേ ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് ഒരു പിടിയിൽ ഒരു എന്താ പറയുക ഒരു റെസ്പോൺസ് ഇല്ല. അതാണ് മെയിൻ പ്രോബ്ലം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു നോർമലി നമുക്കിപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് റീഫണ്ടൊക്കെ 7 ദിവസം അല്ലെങ്കിൽ 5 to 7 ഡേ വർക്കിംഗ് ഡേയ്സ് ആണ് നോർമലി ഇതൊരു എന്താ പറയുക ക്രെഡിറ്റ് ആവാൻ എടുക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് 10 വർക്കിംഗ് ഡേയ്സ് ആയി. ഇതുവരെയായിട്ടും സാധനം റീഫണ്ട് കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല കേട്ടോ. ഞാനിതിൻ്റെ ആപ്പ് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവരുടെ വേറൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഇവരുടെ ക്യാഷ് ബാക്കിൻ്റെ മാർക്കറ്റിംഗ് ആണ്. ഇവരെങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്? 20% അപ് ടു 20 അല്ല അപ് ടു എന്ന് പറയുന്നില്ല, 20% ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത്. ശരിക്കും സംഭവം എന്ന് പറയുന്നത് അപ് ടു 20% ആണ്. അപ് ടു പോയിട്ട് അപ് ടു 5% എന്ന് പറഞ്ഞാലും ഓക്കെ സമ്മതിക്കായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഓൾമോസ്റ്റ് 1.5 മാസമായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇത് ആക്ച്വലി 250 രൂപയുടെ ക്യാഷ് ബാക്ക് ആയി കഴിഞ്ഞാലാണ് മാത്രമാണ് നമുക്കിത് എടുക്കാൻ പറ്റുക. ഇത് ആക്ച്വലി നമുക്ക് ക്രെഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ആഡ് ആവുകയല്ല ചെയ്യുന്നത്. ഇത് ആക്ച്വലി അവരുടെ ഒരു ആപ്പിൽ ഇത് അക്യുമുലേറ്റ് ചെയ്തിട്ട് 250 രൂപ ആയി കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം. അങ്ങനെയാണ് വിഡ്രോ ചെയ്യാം. അങ്ങനെയാണ് അതിൻ്റെ സംഭവം. എവിടെ ആപ്പ് കാണാമല്ലോ, റോർ ബാങ്ക്. പിന്നെ ഇതിൻ്റെ ഭയങ്കര സെക്യൂരിറ്റി ഫ്ലോസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ സൂക്ഷിക്കാൻ മറക്കണ്ട. എന്താ പറയുക ഇത് പ്രത്യേകിച്ച് 1.5 ലക്ഷം രൂപയൊക്കെ എന്ന് വെച്ചാൽ ഇവരുടെ മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപയാണ്. അപ്പോൾ അത് കിട്ടിയവരൊക്കെ കാർഡ് യൂസ് ചെയ്യുമ്പോൾ മാത്രം എനേബിൾ ചെയ്യുക. എല്ലാ സമയത്തും ഡിസേബിൾ ചെയ്ത് വെക്കാൻ മറക്കാതെ. ഇവരുടെ ആപ്പും അതുപോലെ തന്നെ കസ്റ്റമർ സപ്പോർട്ടൊക്കെ വൻ ഷോക്കാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂസ് എന്തെങ്കിലും ഒരു എന്താ പറയുക ഫ്രോഡ് ട്രാൻസാക്ഷനുകളൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ നോർമലി 3 മണിക്കൂറിനുള്ളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളി ബാങ്ക് എടുക്കണം എന്നാണ് അതിൻ്റെ റൂളൊക്കെ. അപ്പോൾ ഇതിൽ വന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. അവന്മാരെ വിളിച്ചാലേ കിട്ടില്ല. 2-3 ദിവസം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 3-4 ദിവസമായി സാധനം റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങിയിട്ട്. ഇപ്പോൾ ഒരു വിവരമില്ല. അതപ്പോൾ ഞാൻ ട്രാൻസാക്ഷൻ ചെയ്തൊക്കെ എന്താണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. കണ്ടോ, ജിയോൻ്റെ റീചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും ഇതിൻ്റെ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ക്യാഷ് ബാക്കിൻ്റെ ഒരു എങ്ങനെ സംഭവം എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. ആക്ച്വലി നമുക്ക് എല്ലാ മാസവും 2 കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്യാം. അതിലാണ് നമുക്ക് ക്യാഷ് ബാക്ക് വരിക. അപ്പോൾ ഞാൻ റിവാർഡ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്കിപ്പോൾ മാക്സിമം കിട്ടിക്കുന്നത് 113 രൂപയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ക്ലോത്തിങ്ങിനാണ് 5% കാണിക്കുന്നത്. അതുപോലെ തന്നെ കഫേയും 5% കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് 5% ഒന്നും കിട്ടുന്നില്ല കേട്ടോ. എനിക്ക് ഇതുവരെയായിട്ട് സ്വിഗ്ഗിയിലും ഫുഡ് ഓർഡറിലും ഒക്കെ ചെയ്തൊക്കെ എന്ത് കിട്ടിക്കുന്നത് 1%, 1.5%, 1.2% അങ്ങനത്തെ ശതമാനമാണ്. അതുപോലെ തന്നെ യൂട്ടിലിറ്റീസിലും 1%. കണ്ടോ, നിങ്ങൾക്കിവിടെ കാണുന്നതായിരിക്കും. അപ്പോൾ 20% പോയിട്ട് 5% പോലും മര്യാദയ്ക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇത് ലൈഫ് ടൈം ഫ്രീ കാർഡ് ആയതുകൊണ്ട് തന്നെ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ ഇവരുടെ
ഇത് UPI ആഡ് ചെയ്യാൻ പറ്റും. യൂണിറ്റി സ്മോൾ ഫൈനാൻസ് ബാങ്കാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്രെഡിറ്റ് കാർഡ് നമുക്ക് UPI ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പക്ഷേ അതറിയായിരിക്കും, ഇതൊരു 2-in-1 അക്കൗണ്ടാണ്. അതായത് നമുക്ക് ക്രെഡിറ്റ് കാർഡും ഉണ്ട്, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടും ഉണ്ട്. പക്ഷേ ആ ബാങ്ക് അക്കൗണ്ട് നമുക്ക് UPI ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതെന്ന് വെച്ചാൽ അതിന് ഡെബിറ്റ് കാർഡ് വേണം നമുക്ക് UPI ആഡ് ചെയ്യുമ്പോൾ. ഇത് ആക്ച്വലി ഈ കാർഡ് നമ്പർ കൊടുത്താലും അത് എടുക്കില്ല. അപ്പോൾ UPI ക്രെഡിറ്റ് കാർഡായിട്ട് ആഡ് ചെയ്യാൻ പറ്റും, പക്ഷേ UPI ബാങ്ക് അക്കൗണ്ടായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് അന്നൊരു ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പക്ഷേ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നില്ല. അപ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആണ്. എന്ന് വെച്ചാൽ UPI ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്യാൻ പറ്റില്ല എന്നാണോ, അതോ UPI ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റില്ല എന്നാണോ? അപ്പോൾ അതാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ കുറേ നെഗറ്റീവ്സുകളുണ്ട് പറയുമ്പോൾ. പക്ഷേ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാം. അതായത് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാർഡാണ്. ജസ്റ്റ് സിബിൽ ബേസിൽ കൊടുക്കുന്ന ഒരു കാർഡാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഫസ്റ്റ് ടൈം കാർഡ് എടുക്കാൻ നോക്കുന്ന ഒരു കാർഡാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ നല്ല ലിമിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് എപ്പോഴും എന്താ പറയുക, ആവശ്യമുള്ളപ്പോൾ മാത്രം എനേബിൾ ചെയ്യുക. അല്ലാത്ത പക്ഷം എല്ലാം ഡിസേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് ആപ്പിൽ കേട്ടോ. അതുപോലെ തന്നെ ഞാൻ അധികം പറയുകയാണെങ്കിൽ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിട്ടേൺ അടിക്കാനുള്ള ഒരു ഉദ്ദേശം സംഭവമൊക്കെ ഉണ്ടെങ്കിൽ ഈ കാർഡ് വെച്ച് ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത് കേട്ടോ. അല്ലാത്ത കാർഡ് ഡയറക്റ്റ് ട്രാൻസാക്ഷൻ മാത്രം ചെയ്താൽ മതി. പിന്നെ ഞാൻ ഈ കാർഡ് ഓഫ്ലൈൻ ഉപയോഗിച്ചപ്പോൾ കുറേ സ്ഥലത്ത് സാധനം എടുക്കുന്നില്ല. കുറേ പറയുമ്പോൾ റൂപേ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ ഈ സാധനം കുറേ സ്ഥലത്ത് എന്താ പറയുക റിജക്റ്റ് ആവുന്നുണ്ട്, ഡിനൈ ആവുന്നുണ്ട്. പറയുമ്പോൾ എല്ലാം എനേബിൾ ചെയ്ത് വെച്ചിട്ടും സാധനം ഡിനൈ ആവുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഇഷ്യൂസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് അതൊരു സോഫ്റ്റ്വെയർ ഇഷ്യൂസാണ്. അപ്പോൾ കുറേ ഇഷ്യൂസുകൾ കാര്യം വരുന്നുണ്ട്. പക്ഷേ ഇത് കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഇത് ഫ്രോഡാണോ, സ്കാമോ ഫ്രോഡോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കുകാർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാർഡാണ് ഇൻ കൊളാബറേഷൻ വിത്ത് ഒരു ഫിൻടെക് പ്ലാറ്റ്ഫോം. അതാണ് സംഭവം. പക്ഷേ ഇതിന് ഇങ്ങനത്തെ കുറേ ഇഷ്യൂസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കസ്റ്റമർ സപ്പോർട്ടും സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് പിന്നെ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ ആക്ച്വലി എൻ്റെ നിങ്ങൾ ഈ കണ്ണട കാണുന്നതറിയും, ഇത് ആക്ച്വലി റൈബാൻ്റെ മെറ്റ സ്മാർട്ട് ഗ്ലാസ് ആണ്. ഇത് ആക്ച്വലി ഞാൻ കൊടുക്കുന്നുണ്ട്, ട്രാൻസാക്ഷൻ ഗ്ലാസ് ആണ്. നമ്മുടെ ഹൈ മോഡലിൽ വരെ ആ സാധനമാണ്. മീഡിയം സൈസ്, മീഡിയം ഒരു എടുത്തിട്ട് 29-28 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. ഇന്ത്യൻ മോഡലാണ്, 1 year വാറണ്ടി ഉള്ളതാണ്. ഫുൾ ബില്ല്, ഫുൾ സെറ്റ്, ഫുൾ സംഭവമുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താലും മതി കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നു. ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ ഞാനൊരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ ഇതാണ് ക്യാഷ് ബാക്കിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു ലൈഫ് ടൈം ഫ്രീ കാർഡായതുകൊണ്ട് തന്നെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സ്കാമോ ഫ്രോഡോ സംഭവമൊന്നുമല്ല, അത് നേരിട്ട് എടുക്കാം കേട്ടോ. പക്ഷേ ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഈ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ലീക്കായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണമൊക്കെ ആയിട്ട് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഫ്രോഡ് ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ പിന്നെ പുലിവാലാണ് നമ്മുടെ റിപ്പോർട്ട് ചെയ്യാനും സംഭവങ്ങളൊക്കെ ആയിട്ട്. എന്നുവെച്ചാൽ ഇവരെ കസ്റ്റമർ സപ്പോർട്ട് അറിഞ്ഞവർക്ക് തന്നെ വലിയ പിടിയൊന്നുമില്ല. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഓൾറെഡി വന്ന ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ സീരിയസ്ലി എടുത്ത് പറയാൻ കാരണം ഇപ്പോൾ കുറേ കമൻറ്റായി വരുന്നു നമ്മുടെ ഇതിൻ്റെ വീഡിയോൻ്റെ താഴെ. അതായത് എടുക്കണോ, ഇത് ഫ്രോഡാണോ, സ്കാമാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതാണ് ഞാൻ അത് മെയിൻ ഒന്നുകൂടി സെപ്പറേറ്റ് ചെയ്യാൻ കാരണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുക. സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടെ, മറക്കണ്ട ഫസ്റ്റ് ആയില്ലേ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം.